കാര്യം ഉടമ്പടി എടുത്തിട്ടും എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പല ആൾക്കാർ പറയും. ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് അങ്ങനെ സംഭവിച്ചു. ഉടമ്പടി എടുക്കാത്തവർ ഞാൻ തന്നെ വെച്ച അതേ കാര്യം വെച്ചവർ അവർ അത് നേടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് ദുരിതമായി. ചില ആൾക്കാർക്ക് ദുരിതം ഉഴപ്പായി പോയി കാണും. കാര്യം അതായത് ഉതപ്പ് വരണ ആർക്കാണ്? ഉതക്കാൻ കഴിയുന്ന എളിതരം ഉള്ളിടത്തല്ലേ വാദം കോച്ചണത്. ആയുർവേദം എന്താ പറയണത്? എളിതരം ഉള്ളിടത്ത് വാദം കോച്ചു വന്നത്. ഇപ്പോൾ വാദം ഇങ്ങനെ കോച്ചിപ്പിടുത്തം ഉണ്ടാകണം എവിടെയാണ് ബോഡിയിൽ നീര് കെട്ടാൻ സാധ്യതയുള്ളത് അവിടെ ഇങ്ങനെ കോച്ചും. നിങ്ങളെ ഉടമ്പടി എടുക്കാൻ ഉള്ള ആൾക്കാർക്കും എന്തെങ്കിലും വിഷയബന്ധിയാണ് വിശ്വാസമെങ്കിൽ ആ വിഷയം അതുപോലെ നടന്നില്ലെങ്കിൽ അവിടെ വാദം കൊച്ചും. ഉടമ്പടിയിൽ എപ്പോഴും വരേണ്ടത് നിങ്ങൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളുടെ വിഷയമല്ല, വ്യക്തിയാണ്. ഉടമ്പടിയുടെ ലക്ഷ്യം ആരാണ്? വിഷയമല്ല. ആരാണ്? വ്യക്തിയാണ്, ദൈവമാണ്. നിങ്ങളുടെ വിഷയം ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദാറ്റ് മീൻസ് ദൈവത്തെ മുമ്പത്തെക്കാൾ വിധമായി വിശേഷവിധിയായി സ്നേഹിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്കൊരവസരം തരുന്നതാണ് ഉടമ്പടി. എന്താ? ദൈവം നിങ്ങൾക്ക് ഒരവസരം തരുന്നതാണ് ഉടമ്പടി, വിശേഷവിധിയായി സ്നേഹിക്കാൻ വേണ്ടി. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് 10 ദിവസം കൊണ്ട് ചോദിച്ചില്ലേ? അവസാന കാലങ്ങളിൽ 3 പ്രാവശ്യം ഇടവിട്ട് ചോദിച്ചില്ലേ? എന്താണ്? ഇവരെക്കാൾ അധികമായി നീ എന്നെ ടേക്ക് ദ ബെഡഫോർഡ്. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ, അവരുടെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഇങ്ങനെ 3 പ്രാവശ്യം ഈശോ ചോദിച്ചിട്ടുണ്ട്. 10 ദിവസത്തിനോട് 3 പ്രാവശ്യം. ഇങ്ങനെ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും ഓരോ കോംപ്ലിക്കേറ്റഡ് അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും, ഓരോരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഉടമ്പടിയിൽ നിങ്ങളോട് ഓരോരോ ഘട്ടങ്ങളിൽ ഇപ്പോൾ ദുരിതം കിട്ടിയാലും അനുഗ്രഹം കിട്ടിയാലും കർത്താവ് ചോദിക്കാത്ത ചോദ്യം എന്താണ്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉടമ്പടി എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിലേക്കുള്ള ഒരു ഭയങ്കര വിളിക്കുള്ളിലെ വിളിയാണ്. എന്താണ്? എ കോൾ വിത്തിൻ കോൾ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്കൊരു വിളിയുണ്ട്, വിശ്വാസത്തിൻ്റെ വിളിയുണ്ട്. ആ വിശ്വാസത്തിൻ്റെ വിളിയിൽ നിന്നാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിളിക്കുള്ളിലെ വിളിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിലേക്കുള്ള വിളിയാണത്. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള ഒരു നീക്കുപോക്കല്ലത്. എന്താണ്? ദൈവത്തിൻ്റെ സങ്കീർണമായ സ്നേഹത്തിലേക്കും ആത്മബന്ധത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നന്ദി പറയുന്നു. അതായത് ഈ പത്രോസിലെ ഇപ്പം ഇങ്ങനെ വിശേഷവിധിയായി നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, നീ എൻ്റെ കോലാടുകളെ മേയ്ക്കുക, ഇങ്ങനെ പുതിയ പുതിയ ഉത്തരവാദിത്തം കൊടുത്തുകൊണ്ട് അധികാരം ഏൽപ്പിക്കുമ്പോൾ ഇത് ദൈവവിളി. ആ വിളിയിലൂടെ പത്രോസ് ചെയ്യുന്നതിന് ശേഷം എല്ലാ അപ്പോസ്തലന്മാരെക്കാൾ വിശേഷമായ അധികാര അവകാശങ്ങൾ നേടുന്നുണ്ട്. അപ്പോൾ എല്ലാവരെക്കാൾ വിശേഷവിധിയായ അധികാര അവകാശങ്ങൾ നേടുന്നത് പോലെ തന്നെ നിങ്ങൾ വിശ്വാസത്തിന് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശേഷവിധിയായ അധികാര അവകാശങ്ങൾ നിങ്ങൾ ആത്മീയ മേഖലയിലും എല്ലാ മേഖലയിലും നിങ്ങൾ നേടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വിഷയങ്ങൾക്കെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവത്തോട്. ഇപ്പോൾ അതെന്തറിയാമോ? ആദ്യത്തെ 10 ദിവസത്തിൻ്റെയൊക്കെ നിലവാരം എന്താ? ആദ്യത്തെ വിശ്വാസത്തിൽ 10 ദിവസത്തെ നിലവാരം ആ 5 ഭർത്താക്കന്മാരുണ്ടായ സമറിയാക്കാത്തിയുടെ നിലവാരമായിരുന്നു. നോക്കിയേ, 10 ദിവസത്തിൻ്റെ വളർച്ച നിങ്ങൾ കാണുന്ന വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചയുണ്ടേ. ഉടമ്പടി നീലയാണ് ഞങ്ങളുടെ ഉടമ്പടി സിൽവർ ഗ്രേ ആണെന്ന് പറഞ്ഞ് തലയിൽ വെച്ചുകൊണ്ടെന്നൊരു കാര്യമില്ല. അത്രയും വിശ്വാസ വളർച്ച ഉണ്ടാകും. ഇപ്പം ഞാൻ ഉടമ്പടി സിൽവർ ഗ്രേ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്താ കാര്യം? ഉടമ്പടി സിൽവർ ഗ്രേയും കൊണ്ടുവന്ന കക്ഷികൾ പലതും എന്നോട് ആവലാതികൾ പറഞ്ഞു.
ആവലാതി പറഞ്ഞപ്പോൾ മനസ്സിലായി ഇപ്പോഴും ഇവർ ആവലാതി ക്രിസ്ത്യാനിയാണ്, പേപ്പർ മാത്രമേ കളർ മാറിയിട്ടുള്ളൂ. ഇവിടെ കളർ മാറിയിട്ടില്ല, ഇവിടെ പഴയ കളർ തന്നെയാണ്. സിൽവർ ഗ്രേയിലെ ആൾക്കാർ വന്നിട്ട് പഴയ നക്കാപ്പിച്ച അവലാതി, ഇവർ ആദ്യം വന്ന കാലത്ത് പച്ച ഉടമ്പടിയായിരുന്ന കാലത്ത് അവലാതി പറഞ്ഞപ്പോൾ ആ അവലാതി തന്നെ സിൽവർ ഗ്രേയും പറയുന്നുണ്ടെങ്കിൽ ഇവർ പത്രം വാങ്ങിച്ച് കളർ മാറ്റിയെന്നല്ല, ഇവിടെ കളർ മാറിയിട്ടില്ല. ഇവർ പഴയ ആൾക്കാർ തന്നെ വിശ്വാസത്തിൽ ഇപ്പോഴും ABCD ആയിട്ടുള്ള ആ 4ാം ക്ലാസ് പഠിപ്പായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ സിൽവർ ഗ്രേ ബാൻ ചെയ്ത് എനിക്കിനി ബോധ്യപ്പെടണം ഇവർ വിശ്വാസത്തിൽ വളർന്നു. കാര്യം വിശ്വാസത്തിലൊരു വളർച്ചയുണ്ട്. ഈ പത്രോസിൻ്റെ സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? 5 ഭർത്താക്കന്മാരുണ്ടായ സമറിയാക്കാരത്തിൻ്റെ സ്റ്റാൻഡേർഡായിരുന്നു. ഈ 2 കക്ഷികളും ഒരു കാലത്ത് കർത്താവിൻ്റെ വചനം ഒരുപോലെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. നമുക്കറിയാമല്ലോ സമറിയാക്കാരത്തെ കഥ നിങ്ങൾക്കറിയാമല്ലോ. ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്നു, സമറിയായിലൊരു സ്ത്രീ വെള്ളം കോരാൻ വന്നപ്പോൾ എവിടെയാണ് ഈ സമറിയ എന്നറിയണം. അതായത് ഇസ്രായേൽ ജനം വാഗ്ദാന പേടകവുമായിട്ട് വരണ്ട ഭൂമിയിലൂടെ ഉരുണ്ട് കയറിയ സ്ഥലമാണ്, വിശ്വാസത്താൽ കയറിയ സ്ഥലമാണ്. അവർ കാനാൻ ദേശത്ത് നിന്ന്, അവർ ഈജിപ്തിൽ നിന്ന് വരുമ്പോഴേ ഈ കാനാൻ ദേശം ഈ ജോർദാൻ നദി മുറിച്ച് കയറുന്നത് സമറിയയിലാണ് കയറുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം വിശ്വാസത്തിൻ്റെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് കയറിയ ആ ഒരു സ്ഥലത്താണ് ഈ കിണർ കുഴിച്ചിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ കിണറിലെ കർത്താവ് വരുമ്പോൾ ഒരു സ്ത്രീയെ കാണും. അവർ വെള്ളം കോരാൻ വന്നതാണ്. അപ്പോൾ കർത്താവ് അവളോട് ചോദിക്കും, എനിക്കിത്തിരി കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കും. അപ്പോഴുടനെ ഇവൾ ജാതി പറയും. ഉടമ്പടിക്ക് നമ്മൾ ജാതി പറയത്തില്ല. എന്താ കാര്യം? ദൈവം ഒറ്റ ജാതിയായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കണ കാരണം അവിടെ ജാതിയില്ല. ഉടമ്പടിക്ക് മതവും പറയത്തില്ല, പക്ഷേ ക്രിസ്തുവിനെ പറയും. എന്താ കാര്യം? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാര്യം 2:30 ലൂക്ക 2:30 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ലൂക്ക 2:30 എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിനെ ഒരുക്കിയിരിക്കുന്നത് ആരാണ്? ആർക്ക് വേണ്ടിയാണ്? സകല ജനങ്ങൾക്ക് വേണ്ടി. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ.